ശബരിമല റോപ്പ് വേക്ക് വിലങ്ങുതടിയായി ഇടുക്കി ജില്ലാ കളക്ടർ. പദ്ധതിക്ക് പകരമായി വനവൽക്കരണത്തിന് കണ്ടെത്തിയ സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സർക്കാർ ഉത്തരവിനായി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ ഭൂമി ഉൾപ്പെടെ ലഭ്യമല്ല എന്ന വിചിത്ര ഉത്തരവാണ് ഇടുക്കി ജില്ലാ കളക്ടർ പുറത്തിറക്കിയത്. പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നു. വിവരങ്ങളുമായി CG ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിലപാട് അതിനെ എങ്ങനെ നോക്കിക്കാണാം? മാത്രമല്ല, ഇതിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് സംശയിക്കുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ച ഒരു സാഹചര്യം എന്താണ്? ലക്ഷ്മി, ഈ ഉത്തരവ് കാണുമ്പോൾ അത്തരത്തിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിചിത്രമായ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സർക്കാർ ഉത്തരവിനായി ചീഫ് സെക്രട്ടറി കൈമാറിയ ഭൂമി പോലും ഇപ്പോൾ വിട്ടു നൽകാൻ കഴിയില്ല എന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പദ്ധതിക്കായി ശബരിമല റോപ്പ് വേക്കായി എടുക്കുന്ന ഭൂമിക്ക് പകരമായി ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിൽ താവളത്ത് സിമന്റ് പാലത്തിനടുത്ത് സർക്കാർ ഏറ്റെടുത്ത 8.7 ഹെക്ടർ ഭൂമിയിൽ ആ ഭൂമി പരിഹാര വനവൽക്കരണത്തിനായി വിട്ടു നൽകാൻ എന്ന തരത്തിലേക്ക് സർക്കാർ തീരുമാനമായത്. ഇതിന്റെ പിന്നാലെയാണ് റവന്യൂ സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഇതിന്റെ അന്തിമ ഉത്തരവിറക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. അത്തരത്തിലാണ് ഇത് കളക്ടറുടെ ഓഫീസിലേക്ക്, ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിയത്. അപ്പോഴാണ് വിചിത്രമായ ഒരു ഉത്തരവ് കളക്ടർ ഇറക്കിയിരിക്കുന്നത്. ഈ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ല. അതിന് പ്രധാനമായും കളക്ടർ ചൂണ്ടിക്കാട്ടുന്നത് റവന്യൂ ഭൂമി ഇത്തരത്തിൽ സംരക്ഷിത വനഭൂമിയാക്കുന്നതിൽ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. അത് കണക്കിലെടുത്ത് ഇത് വിട്ടു നൽകാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണ് കളക്ടറുടെ ഈ ഒരു ഉത്തരവ്. മാത്രമല്ല, ഉത്തരവിൽ പറയുന്ന മറ്റൊരു രസകരമായ കാര്യം കൂടി ഉണ്ട്. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ പരിഹാര വനവൽക്കരണത്തിനായി നൽകേണ്ട ഭൂമി എന്നത് ഇടുക്കി ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ജനവാസ മേഖലയിൽ വന്യജീവി ഇറങ്ങുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വനം വകുപ്പ് പൊന്നുവില നൽകി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി തന്നെ വീണ്ടും വനം വകുപ്പിന് നൽകണം എന്ന തരത്തിൽ വിചിത്രമായ ഉത്തരവ്, അങ്ങനെ ആശയക്കുഴപ്പം നിറഞ്ഞൊരു ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഉത്തരവിൽ വലിയ അവ്യക്തതയുണ്ട്. മാത്രമല്ല, ഉത്തരവിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഇടുക്കിയിൽ നിന്നുള്ള വനപാത തെളിക്കുന്നതിനുൾപ്പെടെ ജില്ലാ ഭരണകൂടം വലിയ താല്പര്യം കാണിച്ചിരുന്നത്. അത് വലിയ വിവാദമായിരുന്നു. അങ്ങനെ പിന്നീട് ദേവസ്വം ബോർഡ് കർശന നിലപാടെടുത്തുകൂടിയാണ് ആ വനപാത ഉൾപ്പെടെ തീർത്ഥാടകർക്കായി തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ശബരിമലയെ ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്തരം ചില നിലപാടുകൾ എടുക്കുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും മറ്റു താല്പര്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം മന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയും മറ്റു വകുപ്പ് മന്ത്രിമാരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമലയിലെ ചരക്ക് ഗതാഗതം അത് ഇപ്പോൾ ട്രാക്ടറിലാണ് കൊണ്ടുപോകുന്നത്. അത് അപകടം നിറഞ്ഞതാണ് എന്ന പല കമ്മീഷൻ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ ട്രാക്ടറിന്റെ യാത്ര ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയായിരുന്നു. അങ്ങനെയാണ് റോപ്പ് വേ എന്ന ഒരു ആശയത്തിലേക്ക് വന്നത്. മാത്രമല്ല, ശബരിമലയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ, ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അപകടം ഉണ്ടായാൽ ഭക്തരെ വളരെ വേഗം താഴേക്ക് എത്തിക്കാനും റോപ്പ് വേയിൽ സംവിധാനമുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള റോപ്പ് വേ പദ്ധതി ഏതാണ്ട് 5 വർഷക്കാലമായി ഇത്തരം കടലാസിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. എന്തായാലും അക്കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഇത്തരത്തിൽ വിചിത്രമായ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രിയെയും ഒപ്പം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ നേരിട്ട് കണ്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അല്ലെങ്കിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവ് പുനഃപരിശോധിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി, ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.